ഓക്കെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങാ കൊത്ത് ആക്കി കൊടുക്കാൻ പറഞ്ഞേ അല്ലേതാ. അപ്പൊ തേങ്ങാ കൊത്ത് ആക്കിയാണ്. അപ്പൊ എന്നൊരു അപ്പാക്കാൻ വേണ്ടിട്ട് പോലും ബാക്കി ആക്കട്ടെ. തേങ്ങാ കൊത്താക്കിട്ട് എത്ര സമയം ഞാൻ നിന്നെ വിളിക്കും? നീ കേട്ടിട്ടാ? ഞാൻ കേട്ടിട്ടപ്പോ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കൊണ്ട് ഒന്നും കേൾക്കുന്നില്ല. എന്നാടെ വെക്കില്ല, ഇത് കഴുകിട്ട് തരട്ടെ. കുറച്ച് പച്ചരി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. 2-3 മണിക്കൂറായി. ഇതിനെ കൊണ്ട് ഒരു മധുരൂട്ടിട്ട് ഒരു അപ്പാക്കാൻ വേണ്ടിട്ടാണ്. നോക്കട്ടെ. അപ്പൊ നമ്മുടെ പച്ചരി നല്ല വൃത്തി കഴുകി എടുത്തിട്ടുണ്ട്. ഇതെന്നാണ് ഇതെന്നുണ്ട്. അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കണം. ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എത്ര ഗ്ലാസ് അരി എടുത്തിന്? 2 ഗ്ലാസ്. ചുമയുണ്ടാ? 2 ഗ്ലാസ് അരി എടുത്തിനെ. അപ്പൊ കുറച്ച് തേങ്ങ ചെരിയത്. ഇനി വെള്ളം അല്ല, 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അരി അരച്ചെടുത്തിട്ടുണ്ടേ. ജാറും കൂടെ കഴുകിയിട്ട് വയ്ക്കാം അല്ലേ. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത്, കുറച്ച് അപ്പക്കാരം ഇടുന്നുണ്ട്. കുറച്ച് അപ്പക്കാരം ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കി വെക്കാം. നക്ഷത്തിട്ടുണ്ട്. ആ ദോശമാവൻ. ഇനി എന്നാ അടുത്ത പരിപാടി എന്നാ? ഇനി കുറച്ച് വെല്ലം ഒരുക്കാനുണ്ട്. അപ്പൊ വെല്ലം കൂടി ഇരിക്കട്ടെ. വെള്ളം ഒരിക്കത് ഇതിലേക്ക് വെക്കണം. കൂട്ടില് ഈ അരിക്കുന്ന സാധനം മുക്കിപ്പോയി. ഇങ്ങനെ വെക്കുമ്പോ കാണൂല ആൾക്കാർ. അപ്പൊ നമ്മുടെ തേങ്ങാ കൊത്ത് ഇവിടെ വറുത്തെടുക്കുന്നുണ്ടേ. അപ്പൊ ഏകദേശം ചോന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ഉള്ളിയും തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ചെറിയ ഉള്ളി. അപ്പൊ ഇത് നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടേ. നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. രണ്ട് കയ്യിൽ ഒഴിക്കാം. തീ കുറച്ച് വെക്കുന്നുണ്ടേ. ചെറിയ തീയിലൊന്ന് വേവുക. അപ്പൊ ഒരു 5 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നോക്കട്ടെ. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിടുന്നുണ്ടേ.
അപ്പൊ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ടേ. പ്ലേറ്റ് ഇടാം. രണ്ടാമത്തത് 2 കയ്യിൽ കൂട്ടെ. കുഴി കുറച്ച് കുറഞ്ഞു പോയി അല്ലേ? കുറച്ചുകൂടെ കുഴിയിലെ ചട്ടി അങ്ങനെ അല്ലേ? നല്ലതാണ്. നടുക്കന്നെ വെച്ചു. അപ്പൊ രണ്ടാമത്തതും ഏകദേശം ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിടേ. നമ്മുടെ രണ്ടാമത്തതും കൊടുക്കാം. അപ്പൊ ഇനി എല്ലാം ഒന്ന് ആക്കട്ടെ. അപ്പൊ ഇനി നമ്മുടെ ലാസ്റ്റ് ആയി അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ അതാ ടേസ്റ്റ് ചെയ്യാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. ചന്ദ്രൻ ആകാശത്തുണ്ട്. ഇപ്പൊ ഒരു മഴ പെയ്തിനെ. ഇപ്പൊ കുറച്ചൊരു തെളിവെല്ലാം ഉണ്ട് അല്ലെ? ആകാശത്ത് ചന്ദ്രനെല്ലാം കാണുന്നുണ്ട് അല്ലെ? ഒരു 2 എടുത്തിട്ട് അച്ഛൻ നമുക്ക് വെക്കണേ കേട്ടാ. നഷു കൊച്ചി എടുത്ത് തിന്നാൻ തുടങ്ങി കേട്ടാ. ഒന്ന് വൈകിക്കും വേണം. അപ്പൊ എടുത്തോ നമ്മളെ. ഇവളെടുത്തു, നഷ്ടത്തെ എടുത്തു. നവല് നോക്കടാ. രസമുണ്ടാ? നഷ്ടം എന്തുണ്ട്? ഇല്ല ഒന്നുമില്ല, അധികം എടുത്തിട്ടുണ്ട്. രസമുണ്ടാ? നല്ല തന്നെ. മുറിക്കറ നീ. നല്ലോണം ബന്ധിട്ടുണ്ട്. മധുരം അധികം ചേർത്തിട്ടാ കേട്ടോ. മധുരം കൂടുതൽ വേണമെങ്കിൽ നല്ലോണം ചേർക്കാം. നമ്മൾ 2 വെള്ളം ഒട്ടാകെ ചേർത്തിട്ട്. നല്ല മധുരമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് വൈകുന്നേരം 4 മണിക്കെല്ലാം ആക്കിയത് നല്ലതായി. ചായക്കല്ലേ? വൈകുന്നേരത്തെ ചായക്കല്ലേ? തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും രുചി ടോപ്പി. നമ്മളെ അച്ഛന്റെ വീട് എന്താ കാണുന്നുണ്ടോ? തറവാട് വീട്. ചെറു ലൈറ്റ് ആണെന്നുണ്ടോ? അടുത്ത് തന്നെ കേട്ടാ. ആ മുമ്പിലത്തെ ലൈറ്റ് പോയിട്ടായിട്ട് വേണം. കിണറിന്റെ അടുത്ത ലൈറ്റ് പോയിട്ടായില്ല ഏട്ടാ. ഓക്കെ.